എല്ലാവർക്കും നമസ്കാരം. ഡയാൻ സ്റ്റെയിന്റെ വി ആർ ദി ഏഞ്ചൽസ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശകലനത്തിലേക്ക് സ്വാഗതം. ഈ പുസ്തകം മുന്നോട്ടുവയ്ക്കുന്ന ഒരു പ്രത്യേക ആശയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് കർമ്മം എന്ന സങ്കല്പത്തിലൂടെ എങ്ങനെ രോഗശാന്തി നേടാമെന്നത്. അതെ, ആൻ ക്രേൽക്യാമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ കർമ്മത്തെ അലിയിച്ചു കളഞ്ഞ് നമ്മളെ തന്നെ പ്രപഞ്ചവുമായി ചേർത്ത് നിർത്താനുള്ള വഴികളാണ് സ്റ്റെയിൻ പറഞ്ഞുതരുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ തികച്ചും വ്യത്യസ്തമായ ഒരു കോണിലൂടെ കാണാനും പരിഹരിക്കാനുമുള്ള ഒരു വഴികാട്ടിയാണിത്. ഒരു ഡയറക്റ്റ് ഹീലിംഗ് പ്രോസസ്സ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഒരേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു മോശം അവസ്ഥയിൽ നിന്ന് പുറത്തുകടക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ? അതൊരു പക്ഷേ നമ്മുടെ ബന്ധങ്ങളിലാവാം, ജോലിയിലാവാം, ചിലപ്പോൾ നമ്മുടെ ചില ദുശീലങ്ങളാവാം. നമ്മളിങ്ങനൊരു വല്ലാത്ത പാറ്റേണിൽ കുടുങ്ങിപ്പോയ പോലെ തോന്നും, അല്ലേ? അപ്പോ ഈ പുസ്തകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ ഒരു പ്രത്യേക ആത്മീയ കാരണമുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് വിശദമായി കടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പുസ്തകം പറയുന്ന ആ പ്രധാന പ്രശ്നത്തെക്കുറിച്ചാണ്. പിന്നെ അതിന്റെ കാരണം എന്താണെന്നും ഒടുവിൽ അതിനൊരു പരിഹാരമാർഗം എങ്ങനെ കണ്ടെത്താമെന്നും നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ എന്താണ് ഈ പ്രശ്നം? ഈ പുസ്തകം പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. അതൊക്കെ ആഴത്തിലുള്ള മറ്റെന്തോ ഒന്നിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ്. ഇവിടെയാണ് കർമ്മം എന്ന ആശയം വരുന്നത്. അതായത് മുൻജന്മങ്ങളിൽ നമ്മൾ അനുഭവിച്ചതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകിയതോ ആയ ദുരിതങ്ങൾ, അതൊന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ജീവിതത്തിൽ പ്രശ്നങ്ങളായി വീണ്ടും നമ്മുടെ മുന്നിൽ വരും, ഒരു രോഗശാന്തിക്കു വേണ്ടി. ഓരോ വ്യക്തിയും അവരുടെ മുൻജന്മങ്ങളിലെ ഓരോ നെഗറ്റീവ് പ്രവൃത്തിയും ദുരിതവും ഈ ജീവിതത്തിൽ പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് പുസ്തകത്തിന്റെ പ്രധാന ആശയം. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ ഘടനയെക്കുറിച്ചറിയണം. പുസ്തകം പറയുന്നത് നമ്മുടെ ഈ കാണുന്ന ഭൗതിക ശരീരം ഒരു മഞ്ഞുമലയുടെ അറ്റം പോലെ മാത്രമാണെന്നാണ്. അതിനപ്പുറം നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വലിയ ഊർജ്ജഘടനയുണ്ട്. ഈ ഊർജ്ജ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഈതറിക് ബോഡി. അവിടെയാണ് കുണ്ടലിനി ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ഈ 7 പ്രധാന ഊർജ്ജകേന്ദ്രങ്ങൾ. നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മുതൽ ഏറ്റവും ഉയർന്ന ആത്മീയ ബോധം വരെ നിയന്ത്രിക്കുന്നത് ഈ ചക്രങ്ങളാണ്. ഇനി ഇഥറിക് ശരീരത്തിനും അപ്പുറത്തുള്ളൊരു തലമാണ് ഇമോഷണൽ അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡി. അവിടെയാണ് ഹാരാലൈൻ ചക്രങ്ങളുള്ളത്. ഇത് കുറച്ചുകൂടി ആഴത്തിലുള്ള കണക്ഷനാണ്. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം, നമ്മുടെ ഉയർന്ന ബോധം, എന്തിന് ഈ ഭൂമിയുമായിട്ട് പോലുമുള്ള നമ്മുടെ ബന്ധം, അതൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഊർജ്ജകേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് കർമ്മത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ശിക്ഷയല്ല, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന പോലൊരു സംഭവമേ അല്ല. മറിച്ച് അതൊരു ഊർജ്ജമാണ്. നമ്മളിൽ നിന്നും മാറേണ്ട, ശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു വേദനയുടെ ഊർജ്ജം. ഇത് യഥാർത്ഥത്തിൽ പഠിക്കാനും വളരാനും നമ്മുടെ ആത്മാവിനെ സുഖപ്പെടുത്താനുമുള്ളൊരു അവസരമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കർമ്മത്തിന്റെ ഊർജ്ജത്തെ എങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത്? അവിടെയാണ് പരിഹാരമാർഗം വരുന്നത്. അതിനായി ഈ പുസ്തകം ചില പ്രത്യേക ദൈവിക ശക്തികളെ, അതായത് കർമ്മനാഥന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. കർമ്മനാഥന്മാരെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് കയ്യിൽ കണക്ക് പുസ്തകവുമായി നിൽക്കുന്ന കർശനക്കാരായ ന്യായാധിപന്മാരുടെ ചിത്രമായിരിക്കും, അല്ലേ? എന്നാൽ പുസ്തകം പറയുന്നത് അതൊക്കെ പഴയ കാഴ്ചപ്പാടാണെന്നാണ്. ഇപ്പോഴത്തെ പുതിയ കാഴ്ചപ്പാടിൽ അവർ നമ്മളെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന വെള്ളവസ്ത്രം ധരിച്ച വഴികാട്ടികളാണ്. നമുക്ക് എളുപ്പത്തിൽ സമീപിക്കാവുന്ന, നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടി നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നവരാണവർ. ഈ ഒരു വലിയ മാറ്റം, ഭൂമിയിലുണ്ടാവുന്ന വലിയ മാറ്റങ്ങളുടെ ഭാഗമായാണ് ഈ പുസ്തകം കാണുന്നത്. ഇതൊരു കർമ്മപരമായ ഇളവുകളുടെ കാലമാണ്. അതായത് മുൻപത്തെ പോലെയല്ല, ഇപ്പൊ രോഗശാന്തി നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാണ്. കർമ്മത്തിൽ നിന്ന് നേരിട്ട് മോചനം നേടാനുള്ള ഒരു പ്രക്രിയ ഇപ്പോൾ സാധ്യമാണ്. ഇത് പണ്ടുകാലത്ത് അസാധ്യമായിരുന്നു എന്നാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ കർമ്മപ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? പുസ്തകം ഇതിനെ 4 പ്രധാന വിഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. 1. രോഗങ്ങൾ, ശാരീരികമോ മാനസികമോ വൈകാരികമോ ആകാം. 2. നമ്മുടെ ബന്ധങ്ങൾ, പങ്കാളിയുമായോ മാതാപിതാക്കളുമായോ മക്കളുമായോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ. 3. ജീവിത സാഹചര്യങ്ങൾ,
ചിലപ്പോൾ ദാരിദ്ര്യമാകാം, അല്ലെങ്കിൽ ജോലിയിലൊരു ഉയർച്ചയില്ലാത്ത അവസ്ഥയാകാം. നാലാമത്തേത് നമ്മുടെ സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങൾ, ചില മോശം ശീലങ്ങൾ, അല്ലെങ്കിൽ ചിലതിനോടുള്ള അകാരണമായ ഭയം. ഇതൊക്കെ കാണിക്കുന്നത് മുൻജന്മത്തിലെ പ്രശ്നങ്ങൾ ഈ ജീവിതത്തിൽ എത്രത്തോളം യഥാർത്ഥമായി നമ്മളെ ബാധിക്കുന്നു എന്നാണ്. ശരി, അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചനം നേടുക? രോഗശാന്തിക്കുള്ള ആ പ്രായോഗിക വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുസ്തകത്തിൽ വളരെ കൃത്യമായ 5 സ്റ്റെപ്പുകളുള്ള ഒരു മെഡിറ്റേഷൻ രീതി പറയുന്നുണ്ട്. കർമ്മനാഥന്മാരോട് നേരിട്ട് മോചനം ആവശ്യപ്പെടാനുള്ള വഴിയാണിത്. ഒന്നാമതായി, ശാന്തമായി ധ്യാനാവസ്ഥയിലിരുന്ന് ബഹുമാനത്തോടെ അവരുടെ സാന്നിധ്യം ആവശ്യപ്പെടുക. 2, നിങ്ങൾക്ക് മോചനം വേണ്ട ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് വ്യക്തമായി അവരോട് പറയുക. 3ാമത്തെ സ്റ്റെപ്പ്, ഒരു മറുപടിക്കായി കാത്തിരിക്കുക എന്നതാണ്. അതെ എന്നോ ഇല്ല എന്നോ ഒരു തോന്നൽ നിങ്ങൾക്ക് ലഭിക്കും. അതെ എന്നാണ് ഉത്തരമെങ്കിൽ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നിങ്ങളുടെ എല്ലാ ജന്മങ്ങളിലും ശരീരങ്ങളിലും തലങ്ങളിലും ഈ രോഗശാന്തി നൽകി അതിനെ ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുക. ഇനി ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിലോ, അപ്പോൾ 5ാമത്തെ സ്റ്റെപ്പിലേക്ക് പോണം. എന്തുകൊണ്ടാണ് ഇല്ല എന്ന് ചോദിക്കണം. ഈ രോഗശാന്തി ലഭിക്കാൻ ഞാനിനിയും എന്താണ് അറിയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് വ്യക്തത വരുത്തുക. ഇതിലെ ഏറ്റവും മനോഹരമായ ഒരാശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഓരോ രോഗശാന്തിയും വെറും വ്യക്തിപരമല്ല എന്നതാണ്. നമ്മൾ നമ്മുടെ കർമ്മത്തെ ശുദ്ധീകരിക്കുമ്പോൾ അത് ഈ ഭൂമിയിൽ നിന്നു കൂടിയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. അതായത് ഓരോ വ്യക്തിയുടെയും രോഗശാന്തി ഈ ലോകത്തിന്റെ മൊത്തത്തിലുള്ള രോഗശാന്തിയുടെ ഭാഗമാകുന്നു. അതുകൊണ്ട് ഈയൊരു ചിന്തയോടെ നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളിലെ ഒരു ചെറിയ ഭാഗം സുഖപ്പെടുത്തുന്നത് ഈ ലോകത്തിന്റെ തന്നെ ഒരു ഭാഗം സുഖപ്പെടുത്തുന്നതിന് തുല്യമാണെങ്കിൽ നിങ്ങൾ എന്ത് സുഖപ്പെടുത്താനാണ് തിരഞ്ഞെടുക്കുക? ഇതൊരു ചെറിയ കാര്യമല്ല അല്ലേ? നമ്മുടെ വ്യക്തിപരമായ വളർച്ച എന്നത് നമ്മളെ മാത്രം മെച്ചപ്പെടുത്തുന്ന ഒന്നല്ല, മറിച്ച് ഈ ലോകത്തിനു വേണ്ടിയുള്ള ഒരു വലിയ സംഭാവന കൂടിയാണ്.